ഇപ്പോഴല്ലേ എനിക്ക് കാര്യം പിടികിട്ടിയത്. തൊഴാനെന്ന പേരിൽ കള്ളവും പറഞ്ഞു കുരുവി എന്നെ അമ്പലത്തിൽ വിളിച്ചു വരുത്തിയത് മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല. തൻ്റെ കാമുകിയായ കൺമണിയെ കാണുവാനും അവളോട് സംസാരിക്കുവാനും തല്ലു കിട്ടിയാൽ അത് ഷെയറിടുവാനും വേണ്ടിയാണെന്ന് നഗ്നമായ സത്യം ഞാൻ പിന്നീടാണ് തിരിച്ചറിയുന്നത്. അങ്ങനെയിരിക്കെയാണ് കൺമണിയുടെ അച്ഛൻ അമ്പലത്തിൽ തൊഴാൻ വരുന്നത്. അച്ഛനെ കണ്ടതും നമ്മുടെ കുരുവി, അളിയാ നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. കൺമണിയുടെ വീട്ടിലെ പൂജാമുറിയിൽ ചിത്രം വരച്ചു കൊടുത്തത് ഞാനായതിനാൽ കൺമണിയുടെ അച്ഛനുമായി ഞാൻ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇപ്പം വരാമെന്ന് പറഞ്ഞു പോയ കുരുവിയും കാട്ടി അമ്പലത്തിലിരിക്കും നേരമാണ് അമ്പലത്തിനോട് ചേർന്ന് തന്നെയുള്ള രാഘവൻ ചേട്ടൻ്റെ ചായക്കടയിലേക്ക് ശ്രദ്ധ വരുന്നത്. നല്ല മുരിഞ്ഞ ഉഴുന്നുവടയും വടയ്ക്ക് മുകളിൽ ഒഴിച്ചു തരുന്ന ഒരു പ്രത്യേകതരം ചമ്മന്തി. അതാണ് രാഘവൻ ചേട്ടൻ്റെ കടയിലെ സ്പെഷ്യൽ വിഭവം. കുറച്ചു നേരം കാത്തിരുന്നു മനസ്സുമതി. എന്നാൽ ഒരു ചായ കുടിച്ചു ഞാൻ മുന്നോട്ട് നടന്നു നീങ്ങി. കടയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ കടയിൽ വച്ചിരിക്കുന്ന ടേപ്പ് കൂടെയും പഴയ ഇളയരാജ പാട്ടും ശബ്ദത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നു.